ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ചായൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ചായ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാം. എന്നാൽ ഒരു നല്ല ചായ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിതാ അവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അതുപോലെ ഞാൻ മറ്റൊരടുപ്പിൽ ഇതുപോലെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ നമുക്കിത് രണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലിന് ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചായൻ്റെതും വെള്ളം നന്നായി തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിലേക്കൊരു 4 ഏലക്കായി ഞാനൊന്ന് ചതക്കി എടുക്കുന്നുണ്ട്. ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചായ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. പാത്രം ഒന്ന് അടച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ചായയിൽ എപ്പോഴാണ് ചായപ്പൊടി ഇടേണ്ടത്, അതുപോലെ പാല് ചായയിലാണോ ഒഴിക്കേണ്ടത്, ചായ പാലിലാണോ ഒഴിക്കേണ്ടത്, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഞാനിവിടെ തീർത്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മളെ പാലും ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലോണ്ട് ഒന്നിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ഗ്യാസൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് തിളച്ച് പൊന്തൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 2 മിനിറ്റ് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. പക്ഷെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വരണം. ആ ഒരു സമയത്താണ് നമ്മൾ ചായപ്പൊടി ഇടേണ്ടത്. പിന്നെ അതുപോലെ 2 കപ്പ് വെള്ളത്തിന് ഞാൻ 2.5 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ചായപ്പൊടി നന്നായി തിളയ്ക്കുമ്പോഴാണ് ഇത് നല്ലൊരു കളറ് വരുന്നത്. ആ കളറൊന്ന് വരുന്നത് വരെ നമ്മൾ ചായ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ചായപ്പൊടി നന്നായിട്ട് വേവുമ്പോഴാണ് നമ്മുടെ ചായക്ക് നല്ലൊരു കളറ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ പാല് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ പാല്. അതിന് ശേഷം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി നമ്മൾ ചായ ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. മധുരം അത്യാവശ്യം കുടിക്കുന്നവരാണെങ്കിൽ കുറച്ച് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മധുരമൊക്കെ നന്നായിട്ട് കലങ്ങിയതിന് ശേഷം നമ്മുടെ ചായൻ്റെ തീയും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പാൽ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ പാലിലേക്ക് നമ്മൾ ചായ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടുകൂടെ തന്നെ ആ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി തിളപ്പിച്ച ചായ നമ്മൾ നന്നായി തിളപ്പിച്ച പാലിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിത് തരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തിടുക. ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയിടുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചായ തരിച്ചെടുക്കാണ്ട് തരിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ് കേട്ടോ. വിരുന്നുകാർ വരുമ്പോഴും നമുക്ക് വീട്ടിൽ കുടിക്കാനും എല്ലാത്തിനും നല്ല ഉഷാർ ചായയാണ് പാൽ ചായ. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചായൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചായ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും നിങ്ങൾ ഇതുപോലൊരു ചായ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.